ഹലോ ഗായ്സ്, എല്ലാവർക്കും മലയാളി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ മലയാളി ചാനൽ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്നും പിന്നെ എൻ്റെ ഒരു ചെറിയ ദിവസം കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മഴയാണല്ലോ, അപ്പോൾ വെള്ളം തന്നെയാണ് ഇന്നത്തെ താരം. അപ്പം എനിക്ക് അതിനൊക്കെ പോകുന്ന മുമ്പായിട്ട് കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. എൻ്റെ ബുക്ക് ഒന്ന് പൊതിയാനുണ്ട്. അപ്പം ബുക്ക് പൊതിയണം. ഒത്തിരി ബുക്കൊന്നുമില്ല, കുറച്ച് ബുക്കുണ്ട്. അതൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്ക് പോയി കാണാം. അതുമാത്രമല്ല, എൻ്റെ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ പിശുക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബുക്കൊക്കെ പോയാലുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന കണ്ടില്ല നിങ്ങൾ, പുറകിൽ ഇഷ്ടം പോലെ ബുക്കൊന്നുമില്ല, 2, 3, 4 ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ ഇത്രയും ബിൽഡപ്പ് ഇടണം ഗൈസ്. ഇത്രയും ബിൽഡപ്പൊക്കെ ഇട്ടിട്ട് വേണം നമ്മളൊരു ബുക്ക് പൊതിയാൻ പോകുമ്പോൾ. ഞാൻ കലബലാന്ന് ഇത് തന്നെ റിപ്പീറ്റേഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പേപ്പർ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഞാൻ ആദ്യം വാങ്ങിച്ച പേപ്പർ ഇച്ചിരി ഒരു മിനിസൊക്കെ ഉള്ള അതല്ല. പക്ഷെ ഇപ്പോൾ കിട്ടിയെന്നാലും നമുക്ക് പൊതിഞ്ഞിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അപ്പോൾ ബുക്കൊക്കെ ബാൻഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം 2, 3, 4, 5 ബുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്ത് ചെയ്യാം, തോട്ടി വരെ പോകാം. തോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം ഒഴുകി അങ്ങനെ ആയിപ്പോയതാണ്. തോടൊന്നും പറയാൻ പറ്റില്ല, മഴ പെയ്യുമ്പോൾ മാത്രമുള്ള സമയമാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ലച്ചു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ലച്ചു മിക്കപ്പോഴും അവിടെ തന്നെയാണ്, എന്ന് വെച്ചാൽ അവിടെ തന്നെയാണ് അവൾ. കാരണം അവധിയായിരുന്നല്ലോ ഈ ഒരാഴ്ച മിക്കതും. സോ അതുകൊണ്ട് അവൾ തന്നെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പം ഞങ്ങളുടെ ഈ നട ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ആ വെള്ളം ഒഴുകുന്ന ആ ഒരു തുടക്കഭാവമല്ല, പോകുന്ന കാണാം. വലുതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വലുതായിട്ടൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തൊട്ടി വന്നു. തോടല്ല, നിങ്ങൾക്ക് വെള്ളമില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇല്ല, വെള്ളം ഒട്ടുമില്ല. ഈ കാണുന്ന ഈ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. അതും അത്ര ഒത്തിരി ഒന്നുമില്ല. ആ ഒരു കല്ലിൻ്റെ അവിടെ വരെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ വരെ. പക്ഷെ ഇപ്പം വെള്ളം കുറഞ്ഞു. പക്ഷെ ഇനിയും കുറച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്കും വീണ്ടും കൂടിയായിരുന്നു കേട്ടോ. അപ്പം നല്ലപോലെ മഴ പെയ്ത് നല്ലപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഞാൻ ഉറങ്ങിയും കൂടി പോയി. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ കൂടി കുറച്ച് നേരം ഇങ്ങനെ കാലൊക്കെ ഇത്രയും വെള്ളം ഉള്ളൂ എന്ന് നിങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് തോന്നാം ഇത്രയും വെള്ളമില്ലേ. പക്ഷെ ശരിക്കും ഉള്ളത് കണ്ട ആരും ചോദിക്കും കേട്ടോ. മീൻസ് അങ്ങനല്ല, ശരിക്കും അതിൽ ഇച്ചിരിയും കൂടി ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കുറഞ്ഞു എന്ന് പറഞ്ഞത്. അല്ലാതെ ചിലവർക്ക് കണ്ടാൽ തോന്നും ഇത്ര ഇല്ലേ എന്ന്. അത് സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതലുണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞ കുറഞ്ഞു എന്ന് വെള്ളം. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ലച്ചു അതിൻ്റെ ഇടയ്ക്ക് ആ വെള്ളം എടുക്കുന്നു, നോക്കുന്നു. അവളുടെ കയ്യിലായിരുന്നു ഫോൺ. അപ്പോൾ അവൾ കണ്ടതെല്ലാം കാണിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാനവിടെ തുള്ളിച്ചാടിയല്ല, ജസ്റ്റ് കാലൊക്കെ നനയിച്ചു. അത് ഞാൻ വിളിച്ചു ബാ പോവാന്ന്. കാരണം ഇച്ചിരിയും കൂടി ശക്തി ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരിയും കൂടി രസം കാണുമല്ലോ. അവൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. വെള്ളം വരുന്നെന്നോ അവിടെ കൂടി വെള്ളം വരുന്നുണ്ട്, അതൊക്കെയാണ് അവൾ കാണിക്കുന്നത്. അവിടുന്ന് മണ്ടേന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി നടയിൽ കൂടി. അതൊക്കെ നല്ല ഫോഴ്സുള്ള സമയത്ത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാനപ്പോൾ അതാ ഫോൺ അവളുടെ നിന്ന് നൈസായിട്ട് അങ്ങ് വാങ്ങിച്ചു. ഞങ്ങളപ്പോൾ എന്ത് ചെയ്തു, തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം പ്രത്യേകിച്ച് ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൊള്ളി അപ്പുറത്തെ പേരമ്മയൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ നോക്കി അങ്ങനെ പതുക്കെ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങ് പോകുന്നു ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി. ഇതാണ് വീട് കേട്ടോ. ഞാനൊരു ഹോം ടൂർ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ പതുക്കെ ഇങ്ങനെ എന്ത് ചെയ്തു, മണ്ടയിൽ പോയി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണം. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മറ്റേ ബുക്ക് പൊതിയുന്ന മുമ്പ് ഞാൻ രാവിലെ എടുത്ത വീഡിയോ ഒന്നും അല്ല ഇത്. എന്ന് വെച്ചാൽ രാവിലെ മീൻസ് വീഡിയോ എടുക്കാൻ ഓർത്തത് ഇപ്പോഴാണ്. വെള്ളമൊക്കെ നിങ്ങളെ കാണിക്കാൻ ഓർത്തെടുത്തതാണ്. ഡെയിലി മൈ ലൈഫ് എന്നും വേണമെങ്കിൽ പറയാം. എല്ലാം കൊണ്ടും ഒരു മിക്സഡ് സംഭവമാണ്. മെയിനായിട്ട് വെള്ളം കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വെള്ളം ഇത്ര കുറഞ്ഞുള്ള കാര്യം ഞാനും ശ്രദ്ധിച്ചില്ല. അപ്പം കഴിക്കാൻ പോയിട്ട് വരാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ താമസിച്ചു. വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി ഗൈസ്, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എണീറ്റു, കുളിച്ചു, പ്രാർത്ഥിച്ചെന്നും പറയുമ്പോഴേ നിങ്ങൾക്കറിയാലോ ഞാൻ താമസിച്ചു. പകുതി നേരം ഞാൻ എടുക്കാനും മറന്നു, അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു
ഇനിയിപ്പം ബാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ്. കാരണം ഞാൻ ഇതുപോലെ പല സമയത്തും ചെയ്ത് എടുക്കാൻ മറന്നു. അപ്പം ലച്ചു ഇതാണ്ട വന്നു. ലച്ചു ഇവിടെ എന്തൊക്കെയോ പരിപാടിയാണ്. കാരണം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം അങ്ങനെ ഞങ്ങൾ അവധിപരമായ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ അതും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പം പഠിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പഠിച്ചിട്ട് ഇനിയുള്ള പരിപാടിയുള്ളൂ. അപ്പോൾ പോയി പഠിച്ചിട്ട് വരാം. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല, ഞാൻ കുറച്ചൊക്കെ നേരത്തെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല, പോയി പഠിക്കാം. അപ്പം ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നു. എനിക്കറിയാൻ ഞാൻ കുറേ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറേയൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. കുറേ നേരം ഞാൻ കിടന്നുറങ്ങിയതുകൊണ്ട് ആ സമയം അങ്ങനെ പോയി. അപ്പോൾ പിന്നെ എന്താണ്, ഇത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും വെള്ളച്ചാട്ടം കാണിക്കണം, അതുപരമായ കാര്യങ്ങൾ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മഴ ചതിച്ചു ഗൈസ്. മഴ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പെയ്തായിരുന്നെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം നല്ല ശക്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അത്രേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളമൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.